അപ്പോൾ സ്ത്രീകളിൽ വിവിധ കാലഘട്ടങ്ങളുണ്ട്. അതായത് ഒരു ചൈൽഡ്ഹുഡ് മുതൽ ഒരു ഓൾഡ് ഏജ് വരെ, പിബേർട്ടി, നെക്സ്റ്റ് പ്രഗ്നൻസി, ഡെലിവറി, മെനോപോസ്, അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് സ്റ്റേജസിലൊക്കെ നമ്മുടെ ബോഡിയിൽ പല ഹോർമോണൽ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും. അതിനനുസരിച്ച് ശരീരത്തിലും മാറ്റങ്ങളുണ്ടാവും. ഈ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ വായിലും മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മളെപ്പോഴും ഒരു റൂട്ടീൻ ചെക്കപ്പ് ചെയ്യുന്നത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് വായിൽ ചിലപ്പം ഈ ഹോർമോണൽ ചേഞ്ച് ഉണ്ടാകുമ്പം ചിലപ്പോൾ ഡ്രൈനസ് ഉണ്ടാവും, ചിലപ്പോൾ വായിൽ ചെറിയ ചെറിയ സോസ്, കാങ്കർ സോസ് അല്ലെങ്കിൽ അൾസേഴ്സ് ഉണ്ടാവാം, പിന്നെ മോണപ്പഴുപ്പ്, ഗം ബ്ലീഡിങ്സ് ഉണ്ടാവാം. അപ്പോൾ കറക്റ്റായിട്ട് ഒരു റൂട്ടീൻ ചെക്കപ്പ് ഉണ്ടാകുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് അത് ഡോക്ടേഴ്സ് കണ്ടുപിടിച്ച് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് സ്റ്റേജാണ്, സ്ത്രീകളുടെ നെക്സ്റ്റ് സ്റ്റേജാണ് മെനോപോസ്. മെനോപോസ് അല്ലെങ്കിൽ 40 ഇയേഴ്സ് കഴിയുമ്പം പല മാറ്റങ്ങളും മോണയിൽ കാണാറുണ്ട്. അതായത് മോണയും പല്ലും തമ്മിലുള്ള ബന്ധം കമ്പാരിറ്റീവ്ലി ഒരു യങ് ഏജിനെക്കാട്ടും ഡിഫറെൻ്റ് ആയിരിക്കും. മോണരോഗങ്ങൾ വരാനും, മോണയിൽ നിന്ന് പല്ല് വിട്ടുപോകുന്ന അവസ്ഥ, ലോസ് ഓഫ് അറ്റാച്ച്മെൻറ്റ്, പല്ലിന് മൊബിലിറ്റി, പിന്നെ ജീവിതശൈലി രോഗങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതായത് ഡയബറ്റിക്, ആർത്രൈറ്റിസ്, അങ്ങനെയൊക്കെ രോഗങ്ങൾ വരുമ്പം ഇതൊക്കെ ഈ മോണയിലും പല്ലിലും എല്ലിലും മാറ്റങ്ങൾ വരുത്താറുണ്ട്. സോ ദേ ഓൾസോ, അതായത് ഈ ഒരു പ്രായമാകുമ്പോഴും ഡെഫിനറ്റായിട്ടൊരു റുട്ടീൻ ചെക്കപ്പ് ആവശ്യമാണ്. പിന്നെ പ്രായാമം എൽഡർലി പേഷ്യൻസിൽ കാണുന്നതാണ് പല്ല് നഷ്ടപ്പെടുന്ന അവസ്ഥ, പല്ല് ഇളക്കം വന്ന്, മോണരോഗം വന്ന്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് കാരണം പല്ല് എടുത്തു പോകേണ്ട അവസ്ഥ, പല്ല് ഇല്ലാതിരിക്കുന്ന അവസ്ഥ. അപ്പോൾ എന്തായാലും പല്ലില്ലെങ്കിൽ അവിടെ ഒരു പല്ല് റീപ്ലേസ് ചെയ്യണം. കാരണം പല്ല് ഭംഗിക്ക് വേണ്ടി മാത്രമല്ല, സംസാരിക്കാനും ചവയ്ക്കാനും ഒക്കെ, നമ്മുടെ ഡൈജഷനൊക്കെ പല്ല് ആവശ്യമാണ്. സോ ഡെഫിനറ്റ്ലി പല്ല് വെക്കേണ്ടതും ആവശ്യമാണ്. അത് പല രീതിയിൽ വെക്കാം. എടുത്ത് വെക്കുന്ന പല്ലായിട്ടും ഫിക്സഡ് ആയിട്ടും വെക്കാം. എടുത്ത് വെക്കുന്നത് വെച്ചാൽ രാത്രി സ്വന്തമായിട്ട് പേഷ്യൻറ്റിന് അഴിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലും, ഫിക്സഡ് ആയിട്ടുള്ള, അതായത് തൊട്ടടുത്ത പല്ലിൻ്റെ സപ്പോർട്ടോടു കൂടി, പിന്നെ ഏറ്റവും അഡ്വാൻസ് ടെക്നോളജിയായ ഇംപ്ലാന്റ് വഴിയും പല്ല് ഫിക്സഡ് ആയിട്ട് വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ സ്ത്രീകളിലുണ്ടാവുന്ന നെക്സ്റ്റ് ഘട്ടങ്ങളാണ് ഈ ഗർഭാവസ്ഥയും അല്ലെങ്കിൽ മുലയൂട്ടുന്ന ഫീഡിങ് മദേഴ്സ്. അവർക്ക് പൊതുവെ ഈ ഹോർമോണൽ വ്യതിയാനങ്ങൾ കാരണം അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് കാരണം മോണയിൽ മിക്ക ആൾക്കാർക്കും മോണപ്പഴുപ്പ്, അല്ലെങ്കിൽ മോണയ്ക്ക് കളറ് മാറ്റം, മോണയ്ക്ക് തടിപ്പ്, ഈ പ്രഗ്നൻസിയിലുണ്ടാകുന്ന മോണരോഗത്തിന് പ്രഗ്നൻസി ജിഞ്ചിവൈറ്റിസ് എന്നാണ് പറയുന്നത്. ഈ ഫീഡിങ് മദേഴ്സിലാണെങ്കിലും കുറേ മെഡിക്കേഷൻ എടുക്കുന്നത് കാരണവും, പിന്നെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത കാരണവും, പിന്നെ ഈ മോണരോഗങ്ങൾ കണ്ടുവരാറുണ്ട്. സോ ഡെഫിനറ്റ്ലി ഈ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു റുട്ടീൻ ഡെൻ്റൽ ചെക്കപ്പ് എപ്പോഴും നല്ലതാണ്. സോ സ്ത്രീകൾക്ക് പല ഘട്ടങ്ങളായ ഉണ്ട്. അത് അവർ മനസ്സിലാക്കി ഓരോ സ്റ്റേജിലായാലും ഓരോ 6 മാസം കൂടുമ്പോൾ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് റുട്ടീൻ ഡെൻ്റൽ ചെക്കപ്പ് ചെയ്ത് അവരുടെ വാ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്.